Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ്. ഇന്നത്തെ നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ്. എന്താണ് അവസരാത്മക ചെലവ് എന്ന് നമുക്കൊന്ന് നോക്കാം. Opportunity cost is the next best alternative product or service that has been sacrificed and forgone. The term opportunity cost is very important in economics. It is calculated in the form of a product or service. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട ഉൽപ്പന്നം അഥവാ പ്രവൃത്തിയെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപേക്ഷിക്കപ്പെടുന്ന, ഒഴിവാക്കപ്പെടുന്ന ഉൽപ്പന്നം അഥവാ പ്രവൃത്തിയെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ നമുക്ക് ഒന്ന് നോക്കാം. ഉദാഹരണമായിട്ട് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു ഭൂമിയിൽ നെല്ലും ഉൽപ്പാദിപ്പിക്കാം, ഇഞ്ചിയും ഉൽപ്പാദിപ്പിക്കാം. നെല്ലും കൃഷി ചെയ്യാം, ഇഞ്ചിയും കൃഷി ചെയ്യാം. നെല്ല് നടുകയാണെങ്കിൽ 10,000 കിലോ നെല്ല് ലഭിക്കും. ഇഞ്ചി കൃഷി ചെയ്യുകയാണെങ്കിൽ 12,000 കിലോ ഇഞ്ചി ലഭിക്കും. നമ്മൾ നെല്ലാണ് നടുന്നത്. ഈ വർഷം നമ്മൾ നെല്ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ നമുക്ക് 10,000 കിലോ നെല്ല് ലഭിക്കും. ഇഞ്ചിയാണ് നടുന്നതെങ്കിൽ നമുക്ക് 12,000 കിലോ ഇഞ്ചി ലഭിക്കും. അപ്പോൾ രണ്ട് സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, നെല്ലും ഇഞ്ചിയും. നെല്ല് നടുകയാണെങ്കിൽ 10,000 കിലോ നെല്ല് ലഭിക്കും. ഇഞ്ചി നടുകയാണെങ്കിൽ 12,000 കിലോ ഇഞ്ചി ലഭിക്കും. നമ്മൾ ഈ വർഷം ഇഞ്ചിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഞ്ചിയുടെ അവസരാത്മക ചെലവ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇഞ്ചിയുടെ അവസരാത്മക ചെലവ് ഉൽപ്പാദിപ്പിക്കാതെ പോയ നെല്ലിന്റെ അളവാണ്. അതായത് ഇഞ്ചി നടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 12,000 കിലോ ഇഞ്ചി ലഭിക്കും. ഇഞ്ചിയുടെ അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കാതെ പോയ 10,000 കിലോ നെല്ലാണ് ഇഞ്ചിയുടെ അവസരാത്മക ചെലവ്. ഇനി നെല്ലാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ നെല്ലിന്റെ അവസരാത്മക ചെലവ് ഉൽപ്പാദിപ്പിക്കാതെ പോയ ഇഞ്ചിയുടെ അളവായ 12,000 കിലോ ഇഞ്ചിയാണ്. അതായത് നെല്ലിന്റെ അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കാതെ പോയ ഇഞ്ചിയുടെ അളവായ 12,000 കിലോ ഇഞ്ചി. ഇനി ഇഞ്ചിയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഉൽപ്പാദിപ്പിക്കാതെ പോയ നെല്ലിന്റെ അളവായ 10,000 കിലോ നെല്ല്. അതായത് നെല്ലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ എത്രയാണ് നമുക്ക് നെല്ലിന്റെ അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദിപ്പിക്കാതെ പോയ ഇഞ്ചിയുടെ അളവായ 12,000 കിലോ. ഇനി ഇഞ്ചിയാണ് കൃഷി ചെയ്യുന്നത് എങ്കിൽ ഉൽപ്പാദിപ്പിക്കാതെ പോയ നെല്ലിന്റെ അളവായ 10,000 കിലോ. നമ്മൾ അതായത് അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് അല്ലെങ്കിൽ ഉൽപ്പന്നം അഥവാ പ്രവൃത്തിയെയാണ് അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അവസരാത്മക ചെലവിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഏതാണ്? മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. എന്താണ് നമ്മൾ ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മൈക്രോ എക്കണോമിക്സ്. For ease of study, economics theories can be broadly classified into two. They are microeconomics and macroeconomics. The word, firstly we are going to discuss about microeconomics. അതായത് എക്കണോമിക്സ് തിയറീസിനെ പഠന സൗകര്യത്തിന് വേണ്ടി സാമ്പത്തിക ശാസ്ത്രത്തെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ അതായത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു ശാസ്ത്രമാണ്. അതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രത്തെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട്, അതായത് പഠന സൗകര്യത്തിന് വേണ്ടി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം.
നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചാണ്. The word micro is derived from the Greek word micros, meaning small. The word micro is derived from the Greek word micros, meaning small. It is the study, അതായത് microeconomics is the study of part of the economy. Microeconomics is the study of part of the economy. Microeconomics studies individual units of price of product of a consumer or producer. Microeconomics studies individual unit of price of product of a consumer or producer. Microeconomics studies the terms microeconomics studies the theory of demand, production and cost, the theory of welfare, the theory of factor pricing, theory of factor pricing, the theory of price. അതായത് microeconomics studies the theory of demand. Microeconomics studies the theory of demand, the theory of production and cost, theory of factor pricing, the theory of price and theory of welfare. അതായത് മൈക്രോ എക്കണോമിക്സ്, അതായത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. സൂക്ഷ്മം അഥവാ ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. സൂക്ഷ്മം അഥവാ ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസ് മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഏത് പദത്തിൽ നിന്നാണ്? മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഭാഗത്തെ കുറിച്ച് മാത്രം സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗത്തെ കുറിച്ച് മാത്രം പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അതായത് സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗത്തെ കുറിച്ച് മാത്രം പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് മൈക്രോ എക്കണോമിക്സ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ചെറുഘടകങ്ങളായ ഉൽപാദകന്റെയോ ഉപഭോക്താവിന്റെയോ ഉൽപ്പന്ന വിലയെ കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അതായത് സമ്പദ് വ്യവസ്ഥയിലെ ചെറുഘടകങ്ങളായിട്ടുള്ള ഉൽപാദകന്റെയും അതുപോലെ തന്നെ ഉപഭോക്താവിന്റെയും ഉൽപ്പന്ന വിലയെ കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ് മൈക്രോ എക്കണോമിക്സ്. അതായത് ഒരു ഉൽപാദകൻ വിൽക്കുന്ന സാധനത്തിന്റെ വില, ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ വില എന്നിവയൊക്കെ കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ്. പിന്നെ മൈക്രോ എക്കണോമിക്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നറിയോ? വില സിദ്ധാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൈക്രോ എക്കണോമിക്സ് ഏത് പേരിൽ അറിയപ്പെടുന്നു? വില സിദ്ധാന്തം. എപ്പോഴും ചോദ്യങ്ങളൊക്കെ വരാൻ ഉണ്ടാവുന്നതാണ്. എപ്പോഴും നമ്മുടെ എക്സാമിനൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്. മൈക്രോ എക്കണോമിക്സ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രൈസ് തിയറി. വില സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രശാഖ ഏതാണ്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. പിന്നെ മൈക്രോ എക്കണോമിക്സിന്റെ കീഴിൽ, അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് തിയറി ഓഫ് ഡിമാൻഡ്, അതായത് ചോദന സിദ്ധാന്തം, തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അതായത് ഉൽപാദനത്തിനെയും ചെലവിനെയും കുറിച്ചുള്ള സിദ്ധാന്തം, തിയറി ഓഫ് വെൽഫെയർ, ക്ഷേമ സിദ്ധാന്തത്തെ കുറിച്ച്, തിയറി ഓഫ് പ്രൈസ്, അതായത് വില സിദ്ധാന്തത്തെ കുറിച്ച്, പിന്നെ അതുപോലെ തിയറി ഓഫ് ഫാക്ടർ പ്രൈസ്, ഉൽപാദന ഘടകങ്ങളുടെ വില നിർണയത്തെ കുറിച്ചുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് മൈക്രോ എക്കണോമിക്സ്. അതായത് ഒന്നുകൂടി പറയുകയാണ്, അതായത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗത്തെ കുറിച്ച് മാത്രം പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് വില സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ചെറിയ ഭാഗം, അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ചെറുഘടകങ്ങളായ ഒരു ഉൽപാദകന്റെയോ ഉപഭോക്താവിന്റെയോ ഉൽപ്പന്ന വിലയെ കുറിച്ച് പഠിക്കുന്നതാണ്. അതായത് ഒരു ഉൽപാദകൻ വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ വിലയെ കുറിച്ച്, പിന്നെ ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ വിലയെ കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വില സിദ്ധാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ മൈക്രോ എക്കണോമിക്സിന്റെ കീഴിൽ പഠിക്കുന്ന
പഠിക്കുന്ന വിഷയങ്ങളാണ്. ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്ന ഭാഗങ്ങളാണ് ഏതൊക്കെ? തിയറി ഓഫ് ഡിമാൻഡ്, അതായത് ചോദന സിദ്ധാന്തം. അതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ചോദന സിദ്ധാന്തം. പിന്നെ അതുപോലെ തന്നെ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപാദനവും ചെലവിനെയും കുറിച്ച് പഠിക്കുന്ന സിദ്ധാന്തം. പിന്നെ അതുപോലെ തന്നെ ഉൽപാദന ഘടക വില നിർണയ സിദ്ധാന്തം, തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ്. കൂടാതെ പിന്നെ അടുത്ത തിയറി ഓഫ് വെൽഫെയർ, ക്ഷേമ സിദ്ധാന്തത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ തിയറി ഓഫ് പ്രൈസ്, വില സിദ്ധാന്തത്തെ കുറിച്ച്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു ചെറിയ ഭാഗത്തെ കുറിച്ച് മാത്രം പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ് മൈക്രോ എക്കണോമിക്സ്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെയാണ്. The word macro is derived from the Greek word macros, meaning small. It is the study of the economy as a whole. It is also known as aggregate economics or income theory. It studies the economics aggregate like aggregate demand, aggregate supply, total employment, national income, general price level, monetary policy, trade cycle and international trade. അതായത് സ്ഥൂലം അഥവാ വലുത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമായിട്ടുള്ള മാക്രോസിൽ നിന്നാണ് മാക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്രോ എന്ന പദം എവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്? ഗ്രീക്ക് പദമായിട്ടുള്ള മാക്രോസിൽ നിന്ന്. അതിന്റെ അർത്ഥം എന്താണ്? സ്ഥൂലം അഥവാ വലുത്. ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മാക്രോ എക്കണോമിക്സ് എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തമായി പഠിക്കുന്ന, സമഗ്രമായി അല്ലെങ്കിൽ മൊത്തമായി പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ്, സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് എന്ത് പറയുന്നത്? മാക്രോ എക്കണോമിക്സ്. സമ്പദ് വ്യവസ്ഥയെ മൊത്തമായി പഠിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി മാക്രോ എക്കണോമിക്സ് വരുമാന സിദ്ധാന്തം അഥവാ മൊത്തം സാമ്പത്തിക ശാസ്ത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മാക്രോ എക്കണോമിക്സിന്റെ പേര് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വരുമാന സിദ്ധാന്തം, ഇൻകം തിയറി. വരുമാന സിദ്ധാന്തം അഥവാ മൊത്തം സാമ്പത്തിക ശാസ്ത്രം എന്ന പേരിലും മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്ന കാര്യവിഷയങ്ങളാണ് ഏതൊക്കെ? മൊത്തം ചോദനം, അതായത് സമ്പദ് വ്യവസ്ഥയിലെ വലിയ യൂണിറ്റുകളായിട്ടുള്ള മൊത്തം ചോദനം, മൊത്തം പ്രധാനം, ദേശീയ വരുമാനം, പൊതുവില നിലവാരം, വ്യാപാര ചക്രം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വ്യാപാരം, പിന്നെ മോണിറ്ററി പോളിസി, അതുപോലെ തന്നെ വ്യാപാര ചക്രത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. പൊതുവില നിലവാരത്തിന് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, സാമ്പത്തിക വളർച്ച, തിയറി ഓഫ് ഗ്രോത്ത്, ഇതിനൊക്കെ കുറിച്ചിട്ട് വളർച്ചാ സിദ്ധാന്തത്തിനെ കുറിച്ച് ഒക്കെ പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് എന്ത്? മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വരുമാന സിദ്ധാന്തം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് മൊത്തമായി പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് മാക്രോ എക്കണോമിക്സ്. അതായത് മാക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് ഗ്രീക്ക് പദമായിട്ടുള്ള മാക്രോസിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? സ്ഥൂലം അഥവാ വലുത് എന്നാണ്. മാക്രോ എക്കണോമിക്സ് വരുമാന സിദ്ധാന്തം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വരുമാന സിദ്ധാന്തം. പിന്നെ മൊത്തം സാമ്പത്തിക ശാസ്ത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം സമ്പദ് വ്യവസ്ഥയെ മൊത്തമായി പഠിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രശാഖയാണ് എന്ത്? മാക്രോ എക്കണോമിക്സ്. ഇനി മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദേശീയ വരുമാനത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ദേശീയ വരുമാനത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തം ചോദനം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സുകളായിട്ട് ഡീറ്റെയിൽ ആയി പഠിക്കും. മൊത്തം ചോദനത്തെ കുറിച്ച് പഠിക്കുന്നു, മൊത്തം പ്രധാനത്തെ കുറിച്ച് പഠിക്കുന്നു. മൊത്തം ചോദനം എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം പ്രധാനം അഗ്രിഗേറ്റ് സപ്ലൈ. പിന്നെ ജനറൽ പ്രൈസിലെ പൊതുവില നിലവാരത്തെ കുറിച്ച് പഠിക്കുന്നു, മൊത്തം വില നിലവാരത്തെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വ്യാപാര ചക്രം, ട്രേഡ് സൈക്കിളുകളെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ തിയറി ഓഫ് ഗ്രോത്ത്, വളർച്ചാ സിദ്ധാന്തം, സാമ്പത്തിക വളർച്ചയെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ
അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ച് പഠിക്കുന്നു. പിന്നെ തൊഴിൽപരമായ സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ മാക്രോ എക്കണോമിക്സിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി മാക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമഗ്രമായ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സമഗ്രമായി പഠിക്കുന്നതാണ്. എന്നാൽ മൈക്രോ എക്കണോമിക്സ് എന്താണ്? ഒരു എക്കോണമിയുടെ ചെറിയൊരു ഭാഗത്തെക്കുറിച്ച് മാത്രം പഠിക്കുന്ന എക്കണോമിക്സ് ആണ് മൈക്രോ എക്കണോമിക്സ്. Micro economics can be compared to the study of tree, but macroeconomics can be compared to the study of forest. അതായത് microeconomics can be compared to study of trees. Microeconomics can be compared to study of tree. Macroeconomics can be compared to സ്റ്റഡി ഓഫ് ഫോറസ്റ്റ്. അതായത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിനെ കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കാടിനെ കുറിച്ചുള്ള മൊത്തം പഠനം, അതായത് മൊത്തത്തിലുള്ളൊരു പഠനത്തെയാണ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയുടെ ചെറിയൊരു ഭാഗത്തെക്കുറിച്ച് മാത്രം പഠിക്കുന്നതാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ കാര്യങ്ങളും, മൊത്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ് മാക്രോ എക്കണോമിക്സ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.